ഇടുക്കിയിൽ ഓപ്പറേഷൻ ഷൈലോക്ക് പരിശോധന ശക്തമാക്കി പോലീസ്. ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ വ്യാപക പരിശോധന നടന്നു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന റെയ്ഡിൽ 1/4 കോടിയോളം രൂപയാണ് പിടിച്ചെടുത്തത്. ₹1 പോലും നികുതി അടയ്ക്കാതെ സാധാരണക്കാരെ കുത്തിപ്പിഴിഞ്ഞ് കൊള്ളയടിക്കുന്ന വട്ടിപ്പലിശക്കാർക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഷൈലോക്കിന് രൂപം നൽകിയത്. ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളും ഉൾഗ്രാമ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വട്ടിപ്പലിശക്കാർ പിടിമുറുക്കുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയ പോലീസ് കഴിഞ്ഞ മാസം ഒരേ സമയം വിവിധയിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ നിരവധി പേരാണ് അറസ്റ്റിലായത്. ₹1 കോടിയോളം രൂപയും രേഖകളും അന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വ്യാപകമായ പരിശോധന പുനരാരംഭിച്ചത്. മണി ലെൻഡിംഗ് മാഫിയയെതിരെയുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇന്നേ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമുള്ള ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായിട്ട് ദിവസം നെടുങ്കണ്ടത്ത് വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു. അതിൽ 2 കേന്ദ്രങ്ങളിൽ നിന്ന് ഏകദേശം മൊത്തം 22 ലക്ഷം രൂപയോളം ഇതുവരെ പിടിച്ചെടുത്തിട്ടുണ്ട്. നെടുങ്കണ്ടത്ത് നടത്തിയ പരിശോധനയിൽ 2 പേരാണ് പിടിയിലായത്. നെടുങ്കണ്ടം ആശാരിക്കണ്ടം മഠത്തിൽ അബ്ദുൽ ഖാദറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 21,10,000 രൂപയും നിരവധി മുദ്രപത്രങ്ങളും ചെക്കുകളും പിടിച്ചെടുത്തു. മറ്റൊരു പരിശോധനയിൽ നെടുങ്കണ്ടത്ത് പച്ചക്കറി വ്യാപാരം നടത്തുന്ന തമിഴ്നാട് സ്വദേശിനിയായ കലാഭവൻ വീട്ടിൽ സൂര്യകലയിൽ നിന്നും 1 ലക്ഷത്തിലധികം രൂപയും 5 ചെക്കുകളും പ്രോമിസറി നോട്ടുകളും അടക്കം പിടികൂടി. കൈരളി ന്യൂസ്, ഇടുക്കി.